ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റേക്ക് മൂവീസ്. അപ്പോൾ ഇന്നൊരു ലേറ്റസ്റ്റ് റിലീസായ മച്ചാൻ്റെ മാലാഖ എന്ന മൂവിയുടെ ചെറിയ ഒരു സ്റ്റോറിയും അതുപോലെ അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ചിത്രത്തിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ധ്യാൻ ശ്രീനിവാസൻ, ദിലീഷ് പോത്തനൊക്കെയാണ്. ചിത്രത്തിൽ മെയിനായിട്ട് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാരീഡ് ലൈഫിൽ പുരുഷനും സ്ത്രീയും അനുഭവിക്കുന്ന വിഷയങ്ങളും അവർ തമ്മിലുള്ള വൈകാരികമായ ഇമോഷൻസും അബ്യൂസസും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സാധാരണ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്ത്രീകൾ ചെയ്യുന്നു, സ്ത്രീ ചെയ്യുന്ന കാര്യമെല്ലാം പുരുഷൻ ചെയ്യുന്നു. അതായത് സാധാരണ നമ്മൾ കാണുന്നത് പുരുഷന്മാർക്കാണ് ടോക്സിക് ക്യാരക്ടറായിട്ട് കാണുന്നത്. പക്ഷേ ഈ ചിത്രത്തിൽ തിരിച്ച് സ്ത്രീക്കാണ് ടോക്സിക് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേക വെറൈറ്റി മൂഡിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് മൂവിയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്താണ് ഇതിൽ പറയുന്ന സ്റ്റോറി എന്ന് നോക്കാം. അപ്പോൾ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഫയർ റെസ്ക്യൂ ടീം ഒരു ലൊക്കേഷനിലോട്ട് ഫയർ അണയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ തന്നെ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. ഫ്ലാഷ് ബാക്കിലാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായ സജീവനെ കാണിക്കുന്നത്. സജീവൻ ഒരു ബസ് കണ്ടക്ടറാണ്. സജീവൻ ഒരുപാട് കല്യാണ ആലോചനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കല്യാണം അങ്ങോട്ട് സെറ്റാവാതെ ഇരിക്കുമ്പോഴാണ് ബിജിമോളുടെ ആലോചന വരുന്നത്. ബിജിമോളായിട്ട് വരുന്നത് നമിത പ്രമോദാണ്. അങ്ങനെ ബിജിമോളുമായിട്ടുള്ള കല്യാണം സെറ്റാവുന്നു. ബിജിമോളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. സജീവനേക്കാളും വളരെ വ്യത്യസ്തമായ ക്യാരക്ടറാണ് ബിജിമോൾക്കുള്ളത്. ആൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ നല്ല വഴക്കുണ്ടാവുന്നു ഇവർക്കിടയിൽ. പെട്ടെന്ന് വഴക്കുണ്ടാവുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെ വലിയ വഴക്കുകളിൽ ചെന്നെത്തുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഫെക്ഷനോ ഒരു സ്നേഹമോ ഒന്നുമില്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് മാറുന്നു. സാധാരണ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് ടോക്സിക് ക്യാരക്ടർ മെയിൽ ആയിട്ടുള്ള പുരുഷന്മാർക്കായിരിക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നല്ല ക്യാരക്ടറായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ടോക്സിസിറ്റിയൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും. പക്ഷേ ഈ ചിത്രത്തിൽ തിരിച്ച് പുരുഷനായ ഒരാളാണ് സ്ത്രീയിൽ നിന്നും ടോക്സിസിറ്റി അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ കോമഡി സാധനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ചിത്രത്തിൽ മെയിനായിട്ട് നമ്മൾ സാധാരണ വിവാഹം കഴിയുമ്പം പുരുഷന്മാരുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. പക്ഷേ ഈ ചിത്രത്തിൽ തിരിച്ച് സജീവൻ ബിജിമോളുടെ വീട്ടിലോട്ട് മാറി താമസിക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഈ ഒരു ക്യാരക്ടർ വന്നതെന്ന്. വൈഫിന് മാത്രമല്ല, വൈഫിൻ്റെ അമ്മയായിട്ട് വരുന്നത് കുഞ്ഞുമോൾ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ശാന്തി കൃഷ്ണയാണ്. അവർക്കും സെയിം ബിഹേവിയർ ആണെന്ന് മനസ്സിലാവുന്നു. നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങളിൽ, അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ളൊരു ചിത്രമല്ല ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. ഇവിടെ നമ്മുടെ ജെൻഡർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതൊരു കോമഡി എലമെൻ്റാക്കി കൊണ്ടുവരാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നല്ല കോമഡിയുണ്ട്, നല്ല കോമഡിയുള്ള മൂവിയാണ്. പഴയ നമ്മുടെ രാജസേനൻ സാറിൻ്റെയൊക്കെ മൂവി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. പുരുഷന്മാരെ ഒരു മെയിൽ ആയിട്ടുള്ള ആളിന് കുറച്ച് നമുക്ക് ദയവ് തോന്നുന്ന രീതിയിൽ, അതായത് മെയിൽ ആയിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങളും കാണിച്ചു തരുന്ന ഒരു മൂവിയാണ്. അതായത് പുരുഷന്മാരെ വിക്റ്റിമായിട്ട് കാണിച്ചു തരുന്നൊരു മൂവിയാണ് മച്ചാൻ്റെ മാലാഖ. പിന്നെ ചിത്രത്തിൽ കുഞ്ഞുമോളായിട്ട്, അതായത് ബിജിമോളുടെ അമ്മ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് കുഞ്ഞുമോൾ, അതായത് ശാന്തികൃഷ്ണ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ വളരെ നല്ല ഒരു നെഗറ്റീവ് ഷെയ്ഡാക്കി കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. നമുക്ക് പെട്ടെന്ന് കാണുന്നവർക്ക് ബിജിമോളോടും കുഞ്ഞുമോളോടും ഭയങ്കരമായിട്ട് ഹെയ്റ്റ് തോന്നുന്ന രീതിയിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ചിത്രത്തിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്നത് സജീവനും അതുപോലെ സജീവൻ്റെ അമ്മായിയച്ഛനായ ഗോപി, അതായത് മനോജ് KU അവതരിപ്പിക്കുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സിനോടായിരിക്കും നമുക്ക് ഇന്നസെൻസ് തോന്നുന്നത്. അതായത് അവർ പാവങ്ങളായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ തോന്നും. ഇതിൽ മനോജ് KU അവതരിപ്പിക്കുന്ന ഗോപി എന്ന റോളും അതുപോലെ തന്നെ സജീവൻ ആയിട്ട് വരുന്ന സൗബിൻ ഷാഹിറും രണ്ടുപേരും ഹൈലൈറ്റ് ചെയ്യുന്നത് ബിജിമോളുടെയും കുഞ്ഞുമോളുടെയും ക്രൂവലിറ്റിയാണ്, അതായത് ക്രൂരതയാണ് ചിത്രത്തിൽ കാണിച്ചു തരുന്നത്. ബോബൻ സാമുവേൽ, അതായത് റോമൻസ്, ജനപ്രിയൻ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളാണ് ബോബൻ സാമുവേൽ. ആ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. സീരിയൽ ടൈപ്പ് ചിത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും, കാരണം ആ ഒരു ടൈപ്പിലുള്ള മൂവിയാണ് മച്ചാൻ്റെ മാലാഖ. ബിജിമോൾ എന്ന ക്യാരക്ടർ നമിത പ്രമോദ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പുരുഷൻ എന്നത് സജീവനെ അറ്റാക്ക് ചെയ്യുന്നത്
കൈകൊണ്ടോ അല്ലാതെ ഇടി കൊടുത്തിട്ടോ ഒന്നുമല്ല, വെർബലിയാണ്, സംസാരത്തിലൂടെയാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് അയാളെ. അപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറാക്കിയാണ് ബിജിമോൾ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സൗബിൻ ഷാഹിറിൻ്റെ റോള് ഒരു സജീവൻ എന്ന റോള് കുറച്ചുകൂടി വിക്റ്റിമായിട്ട്, അതായത് ഇതെല്ലാം അനുഭവിക്കുന്ന ആളായിട്ട് വരുന്നത് സജീവനാണ്. സ്ത്രീകൾ ചെയ്യുന്ന ക്രൂരതകളാണ് ഈ ചിത്രത്തിൽ. അതായത് സ്ത്രീകൾ ഈ റോൾസ് എങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരും നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ചിത്രത്തിൽ മെയിനായിട്ട് വരുന്നത്. ഒരു പർട്ടിക്കുലർ സീനിൽ ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്. ആ സീനിൽ അദ്ദേഹം ഒരു ലോയർ, അതായത് നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബാനർ പിടിച്ചിട്ട് വരുന്ന ഒരു ലോയറാണ് ധ്യാൻ ശ്രീനിവാസൻ. അതിൽ ഈ പുരുഷന്മാർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ അതെല്ലാം ഇദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഹ്യൂമറായിട്ട് ഈ മൂവിയിൽ വരുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പുരുഷന്മാരോടായിരിക്കും ദേഷ്യം തോന്നുന്നത്. കാരണം എന്താ, അവരെന്താ ഇങ്ങനെ ചെയ്യാത്തത്, അവരെന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് തോന്നും. പക്ഷെ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ എന്തിനാണ് അവർ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരതയല്ലേ എന്നൊക്കെ നമുക്ക് തിരിച്ചു തോന്നും. അതാണ് ഈ മൂവിയുടെ അജണ്ട എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു മൂവി സെറ്റപ്പിൽ നിന്ന് മാറി സാധാരണ മൂവീസിൽ നമ്മൾ സ്ത്രീകളെ പൊക്കിയിട്ട് പുരുഷന്മാരെ താഴ്ത്തി കെട്ടും. പക്ഷേ ഈ ചിത്രത്തിൽ പുരുഷന്മാരെ പൊക്കിയിട്ട് സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ചിലപ്പോൾ കാണുന്നവർക്ക് അങ്ങനെ തിരിച്ചും തോന്നായിരിക്കാം, പക്ഷേ എനിക്കിതിലിങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ മൂവി ഒരു വൺ ടൈം വാച്ച് അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റോറി നമ്മൾ നോക്കണ്ട, സ്ക്രിപ്റ്റ് നോക്കാതെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു എൻ്റർടൈനിങ് പർപ്പസിന് നമ്മൾ കാണുവാണെങ്കിൽ ഈ മൂവി സൂപ്പറാണ്. കാരണം നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. കോമഡി ഉണ്ട്, അതാണല്ലോ നമുക്ക് ഒരു മൂവി കാണുമ്പം. ചിലർക്ക് കോമഡി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ കണ്ട് സത്യസന്ധം ആ സ്റ്റോറിയുടെ അത് വെച്ച് കാണുന്നവരായിരിക്കും. പക്ഷെ എനിക്ക് സ്റ്റോറി കോമഡിയും എല്ലാം വേണം. ആ സ്റ്റോറി നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും അതിൻ്റെ കോമഡിയൊക്കെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നല്ല കോമഡി ഉണ്ട്. ധ്യാൻ ശ്രീനിവാസനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ കോമഡിയൊക്കെ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം എനിക്ക് മൊത്തത്തിൽ ഈ മൂവി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും കണ്ടവർ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? കാണാത്തവർ റിലീസായിട്ടുണ്ട്, OTT റിലീസായിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗായ്സ്.